എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. കോഴിക്കോടാണ് സ്വദേശം. എൻ്റെ ജീവിതത്തിലെ വളരെ അപൂർവമായി കിട്ടിയിരിക്കുന്ന ചില അവസരങ്ങളിലൊന്നാണ് ഈ ഇക്കോ നേച്ചർ ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. ജീവിതത്തിൽ വളരെയേറെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തില് ഒരു ജീവിത സ്പർശിയായിട്ട് വരുന്ന ഒരു ക്യാമ്പ് അപൂർവമാണ്. നേച്ചർ ക്യാമ്പ് എന്ന് പറഞ്ഞ് വന്നപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം പ്രകൃതി നടത്തവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകളും ഒക്കെ ആണെന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് സന്തോഷമായിട്ട് സംബന്ധിച്ച ശേഷമാണ് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷനിലൂടെയാണ് മനസ്സിലാവുന്നത്, ഇത് ബാഹ്യ പ്രകൃതിയല്ല, ആന്തരിക പ്രകൃതിയാണ് ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. സ്വന്തം ആത്മസത്തയിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമ്മെ സഹായിക്കുന്നതായിരുന്നു ഈ ക്ലാസ്. അത് ഒരു തിയറി ക്ലാസ് അല്ല, ഓരോ പ്രവർത്തനങ്ങളിലൂടെ എന്നെ തന്നെ കണ്ടെത്താൻ, അല്ലെ എന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കൂട്ടത്തോടെ ആ ഒരു നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സത്തയിലേക്ക്, ആത്മസത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന പരിശീലനം. ഇതിൽ ആദ്യം തന്നെ എനിക്ക് വീടിയ ഒരു കാര്യം അവിടെ കാർട്ടേക്കറിവ് എന്നുള്ള ഒരു പരിശീലനമാണ്. ആദ്യം ഞാൻ ഒരു വടികൊണ്ടുള്ള പരിശീലനമാണ്. ഇത് ഇത്ര കാര്യങ്ങൾ, പക്ഷെ ഓരോ കാര്യവും ചെയ്തു പോകുമ്പോഴാണ് അത് അത്ര നിസ്സാരമല്ല. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന, നമ്മുടെ ചിന്തകളെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പ്രവൃത്തിയിലൂടെ ഓരോ മൂവ്മെന്റിലൂടെയും നമ്മുടെ ചിന്തകളെ അനലൈസ് ചെയ്യാൻ ഇത് ഡിസൈൻ ചെയ്ത വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ ചലനത്തിലൂടെയും കഴിയുന്നുണ്ട്. അത് പല തരത്തില് പല ആവൃത്തിയിൽ വരുന്ന സമയത്ത് നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം അനുഭവിക്കാൻ കഴിയും. അതിനൊരു ഉദാഹരണമായിരുന്നു പിറ്റേ ദിവസം, ഇന്നലെ 2-ാം ദിവസം രാത്രി നൽകിയിരുന്ന ഒരു നാടകവുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെയുള്ള പ്രകൃതിയായിട്ടുള്ള ബന്ധപ്പെട്ട ആശയത്തെ ബന്ധിപ്പിച്ച് നാടകം തയ്യാറാക്കാൻ പറഞ്ഞു. 4 ഗ്രൂപ്പാക്കി. ഞങ്ങളെ 4ാമത്തെ ഗ്രൂപ്പായിരുന്നു. പക്ഷെ ഒന്നും നാടകവുമായി ബന്ധപ്പെട്ട ആരും അതിലില്ല. അത്തരത്തിലുള്ള ഒരു മുൻപരിചയമൊന്നുമില്ല. എല്ലാവരും കഴിയുന്നത്ര പിന്നോട്ട് വലിയാൻ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷെ സംഭവിച്ചു നോക്കുമ്പോൾ ആ ഓരോരുത്തരും തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെ അതിമനോഹരമായി കൈകാര്യം ചെയ്ത് അതിനോട് വളരെ മനോഹരമായി പ്രതികരിച്ച് താൻ എങ്ങനെ ഓരോരുത്തരും ഏൽപ്പിച്ച റോള് ഭംഗിയായി ചെയ്ത് മുമ്പിലിരിക്കുന്ന കാണികൾക്ക് അത് നാടകമാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന ആ ഒരു ദിവസത്തെ അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു മാറ്റമാണ് വ്യക്തികളിൽ. അപ്പോൾ വ്യക്തികളെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഇത്തരം ക്യാമ്പുകൾക്ക് കഴിയുന്നു എന്നതാണ് അതിന്റെ ഒരു സവിശേഷത. ഈ ക്യാമ്പ് ഇവിടെ നിൽക്കേണ്ടതല്ല, എല്ലാവരിലേക്കും കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് എത്തിച്ചേർന്ന് പ്രകൃതിയെ പറ്റിയുള്ള പഠനം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികൾ നടന്നു, പരിസ്ഥിതിത്തിന് ഒരു 5-ാം തീയതി ഒരു ചെടി നടന്നു എന്നുള്ള രീതി വിട്ടിട്ട് അതിലുപരിയായിട്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ കൊടുക്കൽ വാങ്ങൽ, ഞാൻ പ്രകൃതിയിട്ട് എന്റെ സ്ഥാനം എന്താണ്, ഞാൻ അതിനെ സംരക്ഷിക്കേണ്ടതാണോ, അതല്ല അതിൽ സംരക്ഷിതനായിരിക്കുന്ന എനിക്ക് ആ ഒരു സംരക്ഷണ വലയം നിലനിർത്താൻ താൻ എന്താണോ ചെയ്യേണ്ടത്, അതിലേക്ക് തിരിയാനുള്ള ശേഷി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈ ഇക്കോസിസ്റ്റത്തെ, നമ്മുടെ ഈ ജീവജാലങ്ങളുടെ സംയോജനത്തെ, നമ്മുടെ ഈ ഭൂമിയെ മനോഹരമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. അതോടെ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ എത്തിച്ചേർന്നവരെല്ലാവരും കുടുംബമാണ്. ആ ഒരു കുടുംബ ബോധം എവിടെയും ഉണ്ടായാൽ നമ്മുടെ വീട്ടിലും അയൽപക്കത്തേക്കും എല്ലാം കടന്നു പോകുമ്പോൾ അതാണ് യഥാർത്ഥ പഠനം. ആ പഠനത്തിന് ഇവിടെ അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷം. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കും, സഹായിക്കും. നിങ്ങളെ ഈ പരിപാടി എവിടെയാണോ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉള്ള മറ്റു പരിപാടികൾ അറിയിച്ചാലും അതിന് സഹകരിക്കും. ഏത് തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. താങ്ക് യു ആൾ.